പഴുത്ത നേന്ത്രപ്പഴം വാങ്ങി വെച്ചാൽ 1-2 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കറുത്ത് പോകുന്നതായിട്ട് കാണാം. അത്തരം നേന്ത്രപ്പഴം വീട്ടിലുണ്ടെങ്കിൽ അതുകൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന 2 സ്നാക്കുകളാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ചേരുവകളുടെ ആവശ്യമേ ഇല്ല. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതുപോലെ തൊലി കറുത്ത് പോയ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ നേന്ത്രപ്പഴം തൊലി കറുത്ത് പോയ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ മടിയായിരിക്കും. അത്ര നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഇല്ലെങ്കിൽ സാധാ നേന്ത്രപ്പഴം നല്ല പാകം പഴുപ്പുള്ളതായാലും ഇത് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ 2 ഐറ്റമാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ നേന്ത്രപ്പഴത്തിന് 2 ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിന് നടുഭാഗം ഇതുപോലെ നമുക്ക് 4ആയിട്ട് കീറി മുറിക്കാം. ഇങ്ങനെ എല്ലാ പഴവും ഇതുപോലെ ചെയ്തെടുക്കണം. കാരണം ഇത് ബനാന ഫിംഗേഴ്സിനുള്ളതാണ്. ഇത് ബനാന നഗറ്റ്സ് തയ്യാറാക്കാൻ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ 2 ഭാഗവും കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെക്കുക. നടുഭാഗം അതുപോലെ ഫിംഗേഴ്സിന് അതുപോലെയും കട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ബനാന നഗറ്റ്സ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത നേന്ത്രപ്പഴം ഉണ്ടല്ലോ അത് ഈ നെയ്യിലൊന്ന് വഴറ്റി കൊടുത്തൊന്ന് വേവിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ആവും. അപ്പോൾ ഇതിലോട്ട് നമുക്ക് 1 കപ്പ് തേങ്ങ ചിരവി ചെയ്തിട്ട് കൊടുക്കാം. നേന്ത്രപ്പഴം എത്ര അളവിലുണ്ടോ അതിൻ്റെ പകുതി അളവിലാണ് തേങ്ങ ചേർക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ തേങ്ങയും കൂടി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഭയങ്കര ഒരു കട്ടിപ്പ് വരും. അപ്പോൾ കൂടുതൽ മധുരം ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് പ്ലേറ്റിലോട്ട് ഇട്ടിട്ട് ചൂടോട് കൂടി ഒന്ന് മാഷ് ചെയ്തെടുക്കണം. നല്ല പോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് വേണ്ട ഒരു ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ടൊരു ബൗളിലോട്ട് ഞാനൊരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ടൊരു മുട്ടയും കൂടി പൊട്ടിച്ച് ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി എത്ര വെള്ളം ആവശ്യമുള്ളത് വെച്ചാൽ അത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. ഇത് 2 സ്നാക്കിനും വേണ്ട ഒരു ബാറ്ററാണ്. 2 സ്നാക്ക് ഈ ഒരു ബാറ്റർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു ലെവൽ കട്ടയില്ലാതെ കലക്കിയെടുക്കുക. ഇനി നമ്മൾ ഇവിടെ തണുത്തിട്ടുണ്ട് നേന്ത്രപ്പഴം ഉടച്ച് വെച്ചത്. ഇതിലോട്ട് നമുക്ക് കുറച്ച് ബ്രെഡ് പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ഒരു പത്തിരിക്കൊക്കെ മാവ് കുഴക്കില്ല അതുപോലെ ആ ഒരു പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ അതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഓരോരോ ബോളുകൾ നമുക്ക് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാം. കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാണ് അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഇത് കുട്ടികൾക്ക് കുറച്ചൊരു അട്രാക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിലാണ് ആക്കി എടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ മോൾഡ് ഉണ്ടെങ്കിൽ ഏതാ ഇഷ്ടമുള്ള മോൾഡിലിട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്ററിൽ മുക്കിയെടുക്കണം. ഓരോരോ നഗറ്റ്സും മുക്കിയെടുത്തിട്ട് നമുക്ക് ബ്രെഡ് പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. സാധാരണ നഗറ്റ്സ് കട്ട്ലറ്റൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇത് എല്ലാം അങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം പാനിൽ എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. കഴിക്കാൻ കുട്ടികൾക്ക് നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. പഴം അങ്ങനെ നമുക്ക് ചിലവായി കിട്ടുകയും ചെയ്യും. കുട്ടികൾക്ക് ഒരു വ്യത്യസ്ത രീതിയിലുള്ളൊരു സ്നാക്ക് കൊടുത്തു എന്നുള്ളൊരു സംതൃപ്തിയും കിട്ടും. ഇനി ഞാനൊരു പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് എണ്ണ ചൂടാവുമ്പോൾ ഈ നഗറ്റ്സ് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 ഭാഗവും ഒരേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു കളറിലാണ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഓവർ ഡാർക്ക് ആകാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ഒരു കളറും ഇതൊക്കെ നഷ്ടപ്പെടും. പിന്നെ നമുക്കിത് പഴം വേവാനൊന്നുമില്ലല്ലോ, വെറുതെ 2 സൈഡും ഒന്ന് ക്രിസ്പി ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത് 2 സൈഡും ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഒരു സ്റ്റെയിനറിലേക്ക് മാറ്റി കൊടുക്കാം. അതിൻ്റെ എണ്ണയൊക്കെ അങ്ങോട്ട് പൊയ്ക്കോളും. എന്നിട്ട് എണ്ണ പോയതിന് ശേഷം നമുക്ക് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്താൽ മതി. ഇതുപോലെ നമുക്ക് ബാക്കി തയ്യാറാക്കി വെച്ചതും എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളത് മൊത്തത്തിലിട്ട് കൊടുക്കാം. എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബനാന ഫിംഗേഴ്സ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇത് നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇത് ഈ ബാറ്ററിൽ മുക്കിയിട്ട്
ബ്രെഡ് പൊടിയിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുകയാണ്. ഒരു പണിയില്ല, വളരെ ഈസിയാണ്. സാധാരണ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്ന അത്രേ പണിയേ ഉള്ളൂ. അത് നമ്മളൊരു മാവിൽ മുക്കി പൊരിക്കുന്നു, ഇത് അതേപോലെ തന്നെ ആ ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടിയും കൂടി ഡിപ്പ് ചെയ്തിട്ട് പൊരിക്കുന്നു മാത്രം. പക്ഷേ ടേസ്റ്റിൽ വളരെ മാറ്റമുണ്ട്. നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു ബനാന ഫിംഗേഴ്സ് ആയിരിക്കും ഇത്. കുട്ടികൾക്കൊക്കെ ഒരു പുത്തൻ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. പഴം വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ഇന്ന് തന്നെ തയ്യാറാക്കി നോക്കുക. ഇത് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്കിത് സെർവ് ചെയ്തിട്ടൊന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബനാന ഫിംഗേഴ്സ്. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ? അപ്പോൾ നല്ല പുറംഭാഗം നല്ല ക്രിസ്പിയാണ്, ഉൾഭാഗത്ത് പഴമാണല്ലോ. പക്ഷെ കാണുമ്പോൾ ഇത് എന്താണെന്ന് കുട്ടികൾക്ക് മനസ്സിലാവില്ല, കഴിക്കുമ്പോഴാണ് ഇത് പഴമെന്ന് മനസ്സിലാവുക. ഇത് നമ്മുടെ നെഗറ്റ്സാണ്. ഇതും പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് കഴിക്കുന്ന സമയത്ത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാൻ ശ്രമിക്കുക. ചൂടോട് കൂടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഇഫ്താറിൻ്റെ സമയത്തിലൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ല സ്വീറ്റായിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്കായിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും എൻ്റെ നന്ദി.